ഹേ മക്കളെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള 2 പേരെ കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ലൈഫിൽ ഹാപ്പിയായ 2 മൊമെന്റ്സ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ 2 പേരും എൻ്റെ ലൈഫിൽ വന്ന ടൈമാണ്. അവർക്ക് കൊടുക്കാനായിട്ട് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിക്കണം. അങ്ങനെ അവിടുത്തെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി അതൊക്കെ വാങ്ങി. ബുക്കും പെൻസിലും ഒക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റ് നോക്കിയപ്പോൾ അങ്ങോട്ടൊന്നും പിടിച്ചില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു അടുത്ത് തന്നെ ഒരു ഫാക്ടറി ഉണ്ട്, അവിടെ പോയി വാങ്ങാമെന്ന്. അങ്ങനെ ഫാക്ടറി വന്ന് വേണ്ട ബുക്കും പെൻസിലും കാര്യങ്ങളും ഒക്കെ നമ്മൾ വാങ്ങി. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് ഞാൻ പറഞ്ഞ 2 പേര്. ഇവരെ കാണാനാണ് ഞങ്ങൾ വന്നത്. ഇത് വേറെ ആരുമല്ല, എൻ്റെ സ്വന്തം ചേച്ചിയുടെ മക്കളാണ്. ഇതിൽ കുഞ്ഞവനാകുമ്പോൾ വലിയവനാദ്യം. കൊച്ചിയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ലീവൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പം ഞാൻ കരുതി പോകുന്നതിന് മുന്നേ മക്കളെ വന്ന് കണ്ടിട്ട് പോകാമെന്ന്. ഇല്ലെങ്കിൽ പിന്നെ ഒരു സമാധാനം കാണത്തില്ല. കുഞ്ഞുമനെ ഇഷ്ടമാണ്? എത്ര ഇഷ്ടമാണ്? ഒത്തിരി ഇഷ്ടമാണ്. ഞങ്ങൾ വന്നതിന് ഡാൻസ് കളിയും ബഹളമൊക്കെയാണ് കാണുന്നത്. പിന്നെ അവിടുന്ന് കാപ്പിയും സ്നാക്സും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് പാവക്കുട്ടി. അത് പാവക്കുട്ടിയാ. എൻ്റെ ഫോൺ കേസിൻ്റെ ബാക്കിൽ ഒരു പാവക്കുട്ടിയുണ്ട്. അതെന്താണ്, അതെന്തുവാ, അത് ഇളക്കിയെടുക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ഇനി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയില്ലോ. പാവക്കുട്ടിയത് അതറിയത്തില്ല. അത് ക്യാമറ. അതറിയത്തില്ല. ഞങ്ങളവിടെ പോയി കഴിഞ്ഞാൽ ഫുൾ ടൈം അവരുണ്ടായാലും ബൈക്കിലായിരിക്കും. അവർക്കത് ഭയങ്കര ഇഷ്ടം. അതിനകത്ത് ഇരുന്ന് കളിക്കാനും അതിനകത്ത് ഓട്ടിച്ചിങ്ങനെ കളിക്കാനൊക്കെ. പിന്നെ അവിടെ ഒരു വടക്കമ്പുളിയുടെ മരമുണ്ട്. പിന്നെ അവിടെ പോയി കുറച്ച് നേരം നിന്ന്. സൂപ്പർ. ഇതെന്തുവാ അമ്പൂസേ? എന്തുവാ എന്തുവാ അമ്പൂ ഇത്? എന്തുവാ ഇത്? പിന്നൊരു 5:45 ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴക്കുള്ളുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ച് മഴയ്ക്ക് മുന്നേ അങ്ങ് വീട്ടിൽ ചെല്ലാന്ന്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിള്ളേരെ വിട്ട് വരുമ്പോഴത്തേക്കും വല്ലാത്തൊരു വിഷമം. അവരുടെ കൂടെ ഇരിക്കാൻ തോന്നും, പക്ഷേ പറ്റത്തില്ലല്ലോ, പോയല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു.